അർജുന്റെ ബന്ധു ജിതിൻ നമുക്കൊപ്പം ചേരുകയാണ്. ജിതിൻ, നിങ്ങൾ DNA പരിശോധന എന്നതിൽ ഉറച്ചു നിന്നില്ല. എന്താണ് അധികൃതർക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് അത് നടക്കട്ടെ എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ DNA പരിശോധന വേണം എന്നതാണ് അധികൃതർ എത്തിയിരിക്കുന്ന തീരുമാനമെന്നറിയുന്നു. നിങ്ങളെ അറിയിച്ചു അക്കാര്യം? അതെ, കലക്ടർ ഇപ്പോൾ എന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ DNA ടെസ്റ്റ് ആവശ്യമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി മാറുമെന്നൊന്നും അറിയില്ല. ഇപ്പം നിലവിൽ അങ്ങനെയാണ്. ഇപ്പൊ എന്നോട് മാഡം എന്നോട് ഡയറക്റ്റ് സംസാരിച്ചു ഇപ്പം ഇവിടെ വന്നപ്പം. അപ്പൊ പറഞ്ഞിരിക്കുന്നത് DNA ആവശ്യമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം ഇനി കാത്തിരിക്കേണ്ടി വരും? മാക്സിമം 2 days എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പരിശോധനാ ഫലം വന്ന് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം മൃതദേഹം കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല, 2 ദിവസം എടുക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. വേറെ കൂടുതലായിട്ടും പറഞ്ഞിട്ടില്ല. പരിശോധനാ ഫലം വരുന്നത് വരെ കാത്തിരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ടോ? വേണ്ടി വരും. അതാണ് 2 days എന്ന് പറഞ്ഞതല്ലോ. മിനിമം മാക്സിമം 2 days ആണ് പറഞ്ഞിരിക്കുന്നത്. ജിതിൻ, അർജുന്റെ പെങ്ങളും സഹോദരനും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നു. എന്താണ് തീരുമാനം? എല്ലാവരും അവിടെ തന്നെ തുടരാനാണോ? അർജുൻ സഹോദരി തിരിച്ചു പോയി, ഇന്നലെ പോയി. അർജുന്റെ സഹോദരൻ ഇവിടെ തന്നെ ഉണ്ട്. സഹോദരനുണ്ട്? അതെ അതെ, ഇവിടെ ഉണ്ട്. സഹോദരൻ അവിടെ തന്നെ തുടരാനാണോ തീരുമാനം? എങ്ങനെ? ഈ ഫലം വരുന്നത് വരെ അവിടെ തന്നെ തുടരാനാണോ തീരുമാനം? സഹോദരന്റെയും തീരുമാനം? DNA ഫലം വരുന്നത് വരെ ശിരൂരിൽ തന്നെ തുടരാനാണോ നിങ്ങളുടെ തീരുമാനം? വ്യക്തമാകുന്നില്ല ജിതിൻ. റേഞ്ചിന്റെ പ്രശ്നമാണ് എന്ന് തോന്നുന്നു. ശരി, ജിതിൻ ആയിരുന്നു നമ്മളോട് സംസാരിച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹം പറയുന്ന മറുപടി കേൾക്കാൻ പറ്റുന്നില്ല. റേഞ്ചിന്റെ പ്രശ്നമുണ്ട് എന്നാണ് അറിയുന്നത്. DNA പരിശോധന വേണം എന്നത് അർജുന്റെ കുടുംബത്തെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 2 ദിവസം വെയിറ്റ് ചെയ്യണം എന്ന കാര്യമാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ DNA പരിശോധന നടത്തി അതിന്റെ ഫലം വന്നതിന് ശേഷം മൃതദേഹം കൈമാറും എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ തന്നെ അർജുന്റെ ബന്ധുക്കളുടെ DNA പരിശോധന നടത്തിയിട്ടുണ്ട്. DNA സാമ്പിളുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അതുമായി മാച്ച് ചെയ്യുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്നത്. ആ പരിശോധനകൾക്ക് ശേഷം മൃതദേഹം വിട്ടു നൽകാം എന്ന കാര്യമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അർജുനാണ് ആ ക്യാബിനിൽ ഉണ്ടായിരുന്നത് എന്ന് ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നു. പക്ഷേ നിയമം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഒരു ദുരന്തമുഖത്ത്. അതിനുവേണ്ടി DNA പരിശോധന അനിവാര്യമായി വരുന്നു. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും മൃതദേഹം കോഴിക്കോട്ടേക്ക് എത്തിക്കാനാവുക. 71 ദിവസം